മാർച്ച് 27 ലോക നാടക ദിനം. നാടകത്തെ പ്രാണവായു പോലെ സ്നേഹിക്കുന്ന കലാകാരന്മാർക്ക് ഇത് ആവേശത്തിന്റെയും ഓർമ്മ പുതുക്കലിന്റെയും ദിനമാണ്. എന്നാൽ തച്ചനാട്ടുകര കുണ്ടൂർക്കുന്നിലെ തലശ്ശേരി തട്ടുകടയിൽ സുന്ദർ പാലോട് ഇപ്പോൾ തിരക്കിലാണ്. നാടകത്തിന്റെ റിഹേഴ്സൽ അല്ല, മറിച്ച് ചായക്കടയിലെ ചായ ആറ്റുന്ന തിരക്കിൽ. തച്ചനാട്ടുകര കൂത്തുപറമ്പ് സ്വദേശിയായ സുന്ദർ പാലോട് ചെറുപ്പം മുതൽക്കേ നാടകത്തെ നെഞ്ചിലേറ്റിയ കലാകാരനാണ്. നാടകം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ വന്നപ്പോഴാണ് ഉപജീവനത്തിനായി അദ്ദേഹം നാട്ടിൻപുറത്ത് ചായക്കട തുടങ്ങിയത്. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അരങ്ങിലെ വെളിച്ചവും കാണികളുടെ കയ്യടിയും പച്ചപിടിച്ചു നിൽക്കുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നാടകത്തോട് ഭ്രമം തോന്നിയ സുന്ദർ 10ാം ക്ലാസ് കഴിഞ്ഞയുടനെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം തമിഴ്നാട്ടിലെ സേലത്തേക്ക് വണ്ടി കയറി. അവിടെ വർഷങ്ങളോളം ചായക്കട നടത്തി. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നാടകം എന്ന സ്വപ്നം വീണ്ടും മനസ്സിൽ തളിരിട്ടു. ഈ കലാരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സേലത്തായിരുന്നു. SLC കഴിഞ്ഞ് ഞാൻ അങ്ങനെ സേലം പോയി. അവിടെ ചെറിയൊരു ചായക്കട കിട്ടുക അവിടെ ആയിരുന്നു. അവിടുന്ന് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ശരിയല്ലാതെ തോന്നിയപ്പോൾ നാട്ടിലേക്ക് വന്നു. വീണ്ടും അങ്ങനെ കലാരംഗത്തേക്ക് വരികയാണ്. ഫസ്റ്റ് വരുന്നത് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ TV ഇതൊക്കെ കാര്യങ്ങളൊക്കെ കമ്മിയുള്ള സമയത്താണ്. റിക്ക ഡാൻസുകാർ വരും, അവരൊപ്പം റിക്ക ഡാൻസ് കളിക്കാൻ പോകുമായിരുന്നു. ഒരു ഹോബി. അങ്ങനെ ഉത്സവവേദികളുടെ സ്റ്റേജുകളിലേക്ക് കോമഡി ഷോ ചെയ്ത് അങ്ങനെ കയറി പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ സ്റ്റേജ് ഇന്ത്യ എന്ന സമിതി ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ അമ്മദൈവം എന്നൊരു നാടകം കളിക്കാൻ വന്നത്. അപ്പോൾ അവരുടെ ഹാഫ് ടൈമിലാണ് ഞാൻ അവിടെ ഈ കോമഡി സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചത്. അത് കണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലേ, സംവിധായകൻ എന്ന് പറയാം, എല്ലാം ഒരാളാണ്, തൃശ്ശൂർ ജോയ് എന്ന് പറയും. അദ്ദേഹമാണ് എന്നെ അദ്ദേഹത്തിൻ്റെ സമിതിയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ 5 വർഷം ഞാൻ തൃശ്ശൂർ സ്റ്റേജ് ഇന്ത്യ സമിതിയിൽ ആക്ടറായിരുന്നു. പിന്നീട് കുടുംബത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അത് നിർത്തി. ഉത്സവപ്പറമ്പുകളിൽ തൃശൂർ സ്റ്റേജ് ഇന്ത്യ സമിതിയുടെ നാടകം കാണാനിടയായത് വഴിത്തിരിവായി. കലാകാരനായ തൃശൂർ ജോയിയുമായുള്ള പരിചയം അദ്ദേഹത്തെ ആ സമിതിയിലെ നടനാക്കി. കുറെ കാലം അവർക്കൊപ്പം അഭിനയിച്ച ശേഷം വീണ്ടും സാമ്പത്തിക പരാധീനതകൾ കാരണം നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് 3 പ്രൊഫഷണൽ നാടകങ്ങൾ സ്വന്തമായി എഴുതി സംവിധാനം ചെയ്തു. ഇതിന് അംഗീകാരമായി നാട്ടിലെ നല്ല കലാകാരൻ എന്ന ബഹുമതിയും ലഭിച്ചു. നാടകത്തിന് പുറമെ സിനിമയിലും സീരിയലിലും ഷോർട്ട് ഫിലിമിലും സുന്ദർ പാലോട് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാർ പിടിച്ച പുലിവാൽ, ഫെബ്രുവരി 29, കാട്ടുകലശം, ഒന്നാം സാക്ഷി എന്നീ സിനിമകളിൽ അഭിനയിച്ചു. ഭദ്ര, കർമ്മ, വാടക വീട് എന്നീ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചു. പിന്നെ വീണ്ടും മനസ്സനുവദിക്കാതെ നാടകം വിട്ടുപോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ നമുക്ക് ഒരു പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയാൽ എന്താന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് 3 പ്രൊഫഷണൽ നാടകം എഴുതി. 2.5 മണിക്കൂറുള്ള പ്രൊഫഷണൽ നാടകം എഴുതി സംവിധാനം ചെയ്ത് അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ശ്രദ്ധിച്ച് അഭിനയിച്ചു. നമ്മുടെ കൂത്തുപറമ്പ് ന്യൂ പുലരി കലാക്ഷേത്ര പറഞ്ഞൊരു സമിതി രൂപീകരിച്ച് അതിൻ്റെ ഇതിലാണ് ഞങ്ങൾ ആ നാടകങ്ങൾ കളിച്ചിരുന്നത്. വമ്പിച്ച വിജയമായിരുന്നു. ആ നാടകങ്ങൾക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ അതേപോലെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിലെ ഏറ്റവും നല്ല കലാകാരൻ എന്നുള്ള ഒരു ബഹുമതി നമ്മുടെ നാട്ടിലെ SI സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്ത സ്വന്തം ശിവൻകുട്ടി എന്ന സീരിയലിലും വേഷമിട്ടു. കൂടാതെ വെളിച്ചം, കണിപ്പൂക്കൾ എന്നീ ഡോക്യുമെന്ററികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കവി കൂടിയായ അദ്ദേഹം കൊറോണ ഭൂമിയിലെ മാലാഖമാർ, അച്ഛൻ ഒരു മഹാകാവ്യം, അമ്മ, പ്രതീക്ഷ എന്നീ കവിതകളും രചിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നാടകത്തിലേക്ക് വരാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് സുന്ദരന്റെ സങ്കടം. നാടകരംഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ള കലാരംഗത്തേക്ക് ചുവടുവെച്ചത്. ഇപ്പോൾ 4-5 സിനിമകൾ, അതുപോലെ ഷോർട്ട് ഫിലിമുകൾ കുറേ, സ്വന്തമായിട്ട് 4 നാടകം എഴുതി സംവിധാനം ചെയ്തു അഭിനയിച്ചു. എനിക്കെല്ലാം പ്രചോദനമായിട്ടുള്ളത് നാടകമാണ്. ഇന്നത്തെ കാലത്ത് നാടകത്തിലേക്ക് കടന്നു വരാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. പണ്ടൊക്കെ നാടകം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവവേദികളിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ ആ ഗ്രൗണ്ട് ഫുള്ള് ആൾക്കാരായിരിക്കും. ഇത് നാടകം കാണാൻ ആൾക്കാരില്ല, ഒക്കെ സീരിയൽ കാണാൻ TVയുടെ മുമ്പിലും അവിടെ ഇവിടെയാണ്. പിന്നെ ഇപ്പോൾ നാടകം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആൾക്കാരില്ല, നാടകത്തേക്ക് കടന്നു വരാൻ താല്പര്യമില്ല അവർക്ക്. അതുകൊണ്ട് അത് അവിടെ അങ്ങനെ കിടക്കുകയാണ് ആ സ്ക്രിപ്റ്റ്. ദൈവം സഹായിച്ചാൽ അതൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിന് മുമ്പ്
പണ്ട് ഉത്സവപ്പറമ്പുകളിൽ നാടകം കാണാൻ ജനസാഗരമായിരുന്നു. സ്റ്റേജിൽ നിന്ന് സംഭാഷണങ്ങൾ ഉറക്കെ പറയുമ്പോൾ അത് കേട്ടു രസിക്കുന്ന കാണികളെ അദ്ദേഹം ഓർക്കുന്നു. എന്നാൽ ഇന്ന് ഉത്സവപ്പറമ്പുകളിൽ നാടകങ്ങളില്ല. ആളുകൾ ടിവിയുടെയും സീരിയലിന്റെയും പിന്നാലെയാണ്. സ്വന്തമായി നിരവധി നാടകങ്ങൾ എഴുതിയെങ്കിലും അവയൊന്നും വെളിച്ചം കണ്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരു നാടകം എഴുതി വെച്ചെങ്കിലും അഭിനയിക്കാൻ നടന്മാരില്ലാത്തതുകൊണ്ട് അത് പുറത്തിറക്കാൻ കഴിയാത്തത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. പണ്ട് മാസങ്ങളോളം റിഹേഴ്സൽ നടത്തിയാണ് നാടകങ്ങൾ സ്റ്റേജിൽ എത്തിച്ചിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ നടന്നിരുന്ന റിഹേഴ്സൽ കേന്ദ്രങ്ങൾ പുതിയ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ക്യാമ്പുകൾ കൂടിയായിരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ നാടക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കയ്യടി നേടുന്നത് വലിയൊരു അനുഭവം തന്നെയാണെന്ന് സുന്ദർ പാലോട് പറയുന്നു. അന്യമായി കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ പുനർജനിപ്പിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് ഈ കലാകാരന്റെ ആഗ്രഹം. മഹാലക്ഷ്മിയാണ് ഭാര്യ. ഹരിഹരസുതൻ, സുജില, സുജിമ, സുജിന എന്നിവർ മക്കളാണ്. CCN ചത്തല്ലൂർ.